ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ചായ കുടിച്ചോ? ഇന്ന് നമുക്കിവിടെ കാപ്പി ദോശയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തിയായി. അമ്മയ്ക്കിതാ ഇങ്ങനെ കുട്ടി ദോശയാണ് ഇഷ്ടം. എനിക്ക് വൈകിക്കും വലിയ ദോശയാണ് ഇഷ്ടം കേട്ടോ, നൈസായിട്ട്. അപ്പോൾ വൈകിയുടെ പണി തുടങ്ങി. വീടെല്ലാം വൃത്തിയാക്കുന്ന രാവിലെ എണീറ്റ് നൈക കളിക്കാൻ പോയി കേട്ടോ, ടാറ്റയൊക്കെ പറഞ്ഞ്. ഇതാണ് ഇഷ്ടം കേട്ടോ ഞങ്ങൾക്ക് ദോശ. അപ്പോഴത്തേനും ഇതെന്താണെന്നറിയാമോ, ഞാൻ ഇന്നലെ അരി വറുത്ത് പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് കേട്ടോ. ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ, കുട്ടികൾക്കും നല്ലതായിട്ട് ഇഷ്ടമായിരിക്കും. നിങ്ങളൊന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച് വെക്കുക കേട്ടോ. ഇത് അമരപ്പയർ, പിന്നെ ഒരു ചീനി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിയലും വെച്ച് ഇത് തോരനും വെക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഇവിടെ ഇരുന്ന് വേവുകയാണേ. അപ്പോഴത്തേക്ക് നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുന്നതെന്ന് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലോ, സാധാരണ ഓരോ പേരുകളായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ പറയുന്ന അമരപ്പയറെന്നാണ്. അപ്പോൾ തോരൻ നന്നായിട്ട് എണ്ണയിൽ കടുവറുത്ത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനുള്ള അരപ്പരച്ച് അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇതാക്കണം. അതിന് ഞാൻ ഉപ്പ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു ഇത്തിരി ഉപ്പും കൂടെ ഇടണം കേട്ടോ, കാരണം അരപ്പിൽ പിടിക്കാനായിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇടണം. അത് കഴിഞ്ഞിട്ട് അതവിടെ ഇരിക്കട്ടെ, വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചീനി അവിയലിന് വെച്ചിട്ടുണ്ട്. അത് വെള്ളം തിളപ്പിക്കാനായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ചോറ് വെന്ത് ചോറ് ഊറ്റിയെടുത്ത് ഇപ്പോൾ ചോറായിട്ടുണ്ട്. അപ്പോൾ ചീനി അവിടെ വേവട്ടെ, അതിനുള്ള അരയ്ക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. തോരൻ അപ്പോഴത്തേനും ആയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മീൻ കറിയിലോട്ടാക്കാം. മീൻ കറി എപ്പോഴും പറയാൻ പോലെ തന്നെ ഞാൻ കടുക് താളിച്ച് മുളകൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത് തക്കാളിയും സവാളയും കൂടെ നന്നായിട്ട് അരച്ചിട്ട് വഴറ്റണം കേട്ടോ. ഇതെന്താണെന്നറിയാമോ, ഞാൻ കഞ്ഞിവെള്ളം കുടിക്കാൻ എടുത്ത് വെച്ചൊക്കെയാണ്. ഏറ്റവും ക്ഷീണം മാറാൻ ബെറ്ററായ ഒരു ഇതെന്നാണ് നമുക്ക് കഞ്ഞിവെള്ളം. അപ്പോഴത്തേനും ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. ചീനി വേവുകയും ചെയ്ത്. അപ്പോൾ അരപ്പിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുത്ത് നല്ല ചീനിയായി കേട്ടോ. അപ്പോൾ നമുക്ക് മീനിൻ്റെ ഇതും പച്ചമണമെല്ലാം പോയിട്ടുണ്ട്, ഉള്ളിയുടെയും തക്കാളിയുടെയും. അപ്പോൾ നമുക്ക് നന്നായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എപ്പോഴത്തെയും പോലെ ചൂടുവെള്ളം ഒഴിച്ച് വടക്കം പുളിയിട്ട് മീനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറി അവിടെ ആവട്ടെ. നമുക്കിതാ അടുത്ത കടുക് താളിച്ച് ചീനിയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ആദ്യം തന്നെ മീൻ വറുക്കാനും ഇട്ടു കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ മീൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് നമുക്ക് ചോറ്, ചീനി, തോരൻ, പിന്നെ വന്നിട്ട് മീൻ കറി, വറുത്ത മീൻ.